ഗുരുപൂർണിമ ദിനത്തിൽ അധ്യാപകരുടെ കാൽ തൊട്ട് തൊഴുതും. അതിനിപ്പോ പാദപൂജ എന്നൊക്കെ പറഞ്ഞ ഒരു വേർഷനിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാവ്യവൽക്കരണം സ്കൂളുകളിലേക്കും ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ എതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം വന്നത് കാസർഗോഡ് ബന്തെടുക്ക സരസ്വതി വിദ്യാലയത്തിലാണ്. പിന്നീട് കാസർഗോഡ്, കണ്ണൂർ, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഈ വിഷയം വരുന്നുണ്ട്. സത്യത്തിൽ ഇതിന് പിന്നിൽ ഒരു കാവ്യവൽക്കരണമാണോ, അതങ്ങനെ നമ്മളൊരു ഭാഷ്യം അതിന് കൊടുക്കേണ്ടതുണ്ടോ? അതായത് ഇതില് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ അത് അറിയുമോ എന്ന് അറിയില്ല. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളത് മാതാവ്, പിതാവ്, ഗുരു, ദൈവം എന്നൊരു കൺസെപ്റ്റ്. മാതാപിതാ ഗുരു ദൈവം. ആക്ച്വലി ദൈവം അവസാനമേ ഉള്ളൂ. മാതാവും പിതാവും കഴിഞ്ഞാൽ പിന്നെ ഗുരുവാണ്. പിതാവിനും മാതാവിനും തുല്യം തന്നെയാണ് ഗുരു. അപ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഹിന്ദു കൺസെപ്റ്റ് എന്നല്ല, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ എന്ന കൺസെപ്റ്റിൽ മാതാവ് തന്നെയാണ് നമ്മുടെ കാണപ്പെട്ട ദൈവം, പിതാവ് തന്നെയാണ് നമ്മുടെ മറ്റൊരു കാണപ്പെട്ട ദൈവം, ഗുരുവാണ് അടുത്തത്. നമുക്ക് അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ഒരു ഉപദേശം തേടാൻ നമ്മൾ നമ്മുടെ ഗുരുവിനെ തേടി പോകാറുണ്ട്, അങ്ങനെ പോകുന്നവരുമുണ്ട്. അപ്പോൾ ഗുരുവിനെ തൊട്ട് തൊഴുതതിലോ അല്ലെങ്കിൽ ഗുരുവിനെ പാദപൂജ ചെയ്തു എന്ന് പറയുന്നതിലോ ഒരു വ്യംഗ്യാർത്ഥം കാണേണ്ടതുണ്ടോ എന്നിവിടെ നമ്മൾ ചോദിക്കേണ്ടി വരും. ഇത് നടന്നിരിക്കുന്നത് കാസർഗോഡ്, കണ്ണൂർ, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലെ സ്കൂളുകളിലാണ്. അപ്പോൾ ഇതിലിപ്പോ കാസർഗോഡ് ശിശുക്ഷേമ സമിതിയും SFIയും എന്തിനും വിപ്ലവം കണ്ടെത്തുന്നവരുണ്ടല്ലോ. എന്തിനും ഏതിനും വിപ്ലവം, അമ്മയെ തല്ലിയാലും വിപ്ലവമാണ്. അങ്ങനെ വിപ്ലവ പാർട്ടിക്കാർ ബാലാവകാശ കമ്മീഷന് കേസ് കൊടുക്കുക. ബാലാവകാശ കമ്മീഷന് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് മുതുക്കിളവന്മാരൊന്നുമല്ല ഈ അധ്യാപകരെ തൊട്ട് തൊഴുകയൊക്കെ ചെയ്തത്. മുതുക്കിളവന്മാരൊന്നുമല്ല, കൊച്ചുകുട്ടികളാണ്. കൊച്ചുകുട്ടികളെ കൊണ്ടാണ് തൊഴിച്ചിരിക്കുന്നത്. അതും റിട്ടയർ ആയി പോയ അധ്യാപകരെന്ന് പറഞ്ഞാൽ അധ്യാപകരല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ സംഭവം ഞെട്ടിക്കുന്നതും പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്നുമാണ് ശിശുക്ഷേമ സമിതിയിലെ പരാതി പോയിരിക്കുന്നത്. ഈ വിഷയത്തിൽ SFI പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഒരു വ്യംഗ്യാർത്ഥവും മറ്റൊരു ചുറ്റിക്കെട്ട് കഥയും വന്നിരിക്കുന്നത് BJPയുടെ ഒരു നേതാവിനെയും അങ്ങനെ പൂജിച്ചു. എന്താണ് ആ നേതാവിന്റെ പേര്? ജില്ലാ സെക്രട്ടറി KK അനൂപ്. ജില്ലാ ജനറൽ സെക്രട്ടറി. അതെ. അപ്പോൾ റിട്ടയർഡ് അധ്യാപകർ 25 പേരുടെ പാദമാണ് പൂജിച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ അല്പം മുമ്പ് പറഞ്ഞ പോലെ മാതാവ്, പിതാവ്, ഗുരു, ദൈവം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് അവർ വന്ദിക്കുകയല്ലേ ചെയ്തത്, നിന്ദിക്കുകയല്ലല്ലോ ചെയ്തത്, കാൽ തൊട്ട് തൊഴുകയല്ലേ ചെയ്തത്. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ സമൂഹത്തിന് അവരുടെ ദുഃഖവെള്ളിയിലും അല്ലാതെയും ഒക്കെ പാദം കഴുകുന്ന ഒരു ചടങ്ങുണ്ട്. അത് എനിക്ക് തോന്നുന്നു മതപരമായിട്ട് പള്ളികളിൽ നടത്തുന്ന ചടങ്ങാണ്. അപ്പോൾ ഇത് നടത്തിയിരിക്കുന്നത് സ്കൂളുകളിലാണ്. അതെ. അപ്പൊ സ്കൂളുകളിൽ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവരും ഇല്ലാത്തവരും കാണും. രണ്ട് വിഭാഗത്തിലുള്ള മാതാപിതാക്കൾ. കുട്ടികൾക്ക് ഇത് അറിയില്ലല്ലോ. അപ്പൊ മാതാപിതാക്കൾക്ക് രണ്ട് വിഭാഗത്തിലുള്ള, ഇതെന്തിനാണ് എന്റെ കുട്ടി പോയിട്ട് ഇവരുടെ കാല് തൊട്ട് തൊഴുന്നത് എന്നുള്ളൊരു ചിന്തയുള്ളവരും ഒരുപക്ഷെ കാണുമായിരിക്കും. ഇത് ഒരുപക്ഷെ മാതാവിനും പിതാവിനും ഒന്നും ഇല്ലെങ്കിലും എന്തിനേയും കോൺട്രവേഴ്സി ആക്കാൻ കിടക്കുന്ന കുറെ പേര് ഇവിടെ ഉണ്ടല്ലോ. എന്തിനേയും ഒരു കോൺട്രവേഴ്സി ആക്കാനായിട്ട്. ഇതിപ്പോൾ അവരുടെ ഗുരുവിനെയാണ് ഈ കുട്ടികൾ തൊട്ട് തൊഴുന്നത്, അതും കൊച്ചു കുട്ടികളാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ നമ്മളിപ്പോൾ കണ്ടുകൊടുത്ത് ഇപ്പോൾ ഉള്ളൊരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത് നമുക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. പൊതുസമൂഹത്തിന് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്തിനാണ്, ഇപ്പം മദ്രസ ക്ലാസ്സുകളുടെ സമയം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇവിടെ ഒരു തീരുമാനം സർക്കാരിന് വന്നു. സർക്കാർ ഇപ്പോൾ മുട്ടിടിക്കുകയാണ്. അവരുടെ നേതാവ് ജെഫ്രി മുത്തുക്കോയ തങ്ങള് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ദോസ്ത ആയതുകൊണ്ട് അദ്ദേഹം മറുപടി പറയട്ടെ, വിദ്യാഭ്യാസ മന്ത്രി ഒന്നുമല്ല എന്ന രീതിയിലാണ് മുത്തുക്കോയ തങ്ങളുടെ മറുപടി വന്നിരിക്കുന്നത്. അപ്പൊ മദ്രസ ക്ലാസ് സമയം മാറ്റുന്നതിൽ അവർ ആവശ്യപ്പെട്ടത് ഈ സർക്കാരിന് അവരുടെ ഒപ്പം കുനിയാനൊക്കെ നേരമുണ്ടോ? നമ്മുടെ സംശയം അതാണ്. സർക്കാർ ഇപ്പം മുട്ടിടിക്കാൻ പോവുക, മുട്ടിടിക്കും, കൊടുക്കുകയും ചെയ്യും, ചിലപ്പോൾ മുള്ളുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം, സൂംബ ഡാൻസിന്റെ കാര്യം പറഞ്ഞു. സൂംബ ഡാൻസ് എന്ന് പറയുന്ന ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനും അവരുടെ പെൺകുട്ടികൾ ഇങ്ങനെ എനിക്കത് പറയാൻ തന്നെ മടിയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഭൂരിപക്ഷ സമൂഹത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്താൽ, അത് ഞാനിപ്പോൾ ജാതിയോ മതമോ അങ്ങനെ ഒരു അധിക്ഷേപമോ ഒരു BJPക്കാരനായിട്ടോ ഒരു RSSകാരനായിട്ടോ ഒന്നുമല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. മനുഷ്യ സമൂഹത്തിൽ നമ്മൾക്കിടയിലുള്ളത് മാതാവ്, പിതാവ്, ഗുരു എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇനി എത്ര പരിഷ്കൃത സമൂഹമായാലും അമ്മയെയും അച്ഛനുമായിട്ടൊക്കെ തന്നെ നമ്മൾ ബഹുമാനിച്ചേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ അച്ഛനെ നോക്കി അളിയെന്ന് വിളിക്കാൻ പറ്റൂ, അമ്മയെ നോക്കി ആന്റി എന്ന് വിളിക്കാൻ പറ്റൂ, ഗുരുവിനെ നോക്കിയിട്ട് മച്ചപ്പയെന്ന് വിളിക്കാൻ പറ്റൂ? ഇല്ലല്ലോ. പക്ഷെ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം. ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മാറാല ബാധിച്ച മനസ്സാണ്. ഈ മാറാല ബാധിച്ച മനസ്സിനെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഈ ഒരു വിപ്ലവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ബാലാവകാശ കമ്മീഷൻ വരും. ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ അവരുടെ മാതാപിതാക്കളെടുത്ത് ചോദിക്കും, നിങ്ങളുടെ മക്കൾ തൊട്ട് തൊഴുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? കുട്ടികളോട് ചോദിക്കും, മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ?
ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല. ഞങ്ങളുടെ അധ്യാപകനെ. പക്ഷെ ഈ വിഷയം വന്നപ്പോ മറ്റ് ആ ടൈമിന്റെ വിഷയം മാറിപ്പോകുന്നുണ്ടല്ലോ. അല്ല, ആ കോൺട്രവേഴ്സിന്ന് ശ്രദ്ധയും പോകുന്നുണ്ട്. അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇന്ന് ഇപ്പോൾ ഈ വാർത്ത ഒരു പ്രമുഖ മലയാള ദിനപത്രത്തിൽ എങ്ങും കാണാത്ത രീതിയിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പ്രമുഖ പത്രത്തിന് കോഴിക്കോട് ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് മറ്റൊരു ന്യൂനപക്ഷ വിഭാഗത്തിനാണ്. അതെ, അങ്ങനെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഷെയറുള്ള ആ പത്രത്തിൽ ഈ വാർത്ത വരണമെങ്കിൽ തന്നെയും അതിനകത്ത് ഇത് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനെയും നമ്മൾ മറ്റൊരർത്ഥത്തിൽ കാണേണ്ടി വരും. ഇത് നമ്മുടെ തന്നെ ഇവിടെ ഓഫീസിൽ നമ്മുടെ കൂടെ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ എന്നോട് ചോദിക്കുകയാണ്, ഇങ്ങനൊരു സംഭവമുണ്ടോ, എന്താണ് ഈ സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് ഞാനിത് ചെകഞ്ഞു പോകുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം വാർത്തയുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. ഞാൻ പ്രമുഖരായിട്ടുള്ള ചില വ്യക്തികളെ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർ എന്താ ഈ കൺസെപ്റ്റ് ഉണ്ടാക്കിയെന്നറിയോ, ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഉത്തരേന്ത്യയിൽ ചെയ്യാറുണ്ട്. അവർ അമ്മയൊക്കെ പാദപൂജ ചെയ്യാറുണ്ട്. അത് ഇവിടെയും ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ചില ജാതി മതസ്ഥരുടെ കൊച്ചി തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു മാതൃവന്ദനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അതെ, അമ്മയെ വന്ദിക്കും. അതല്ല, ഇത് ഇപ്പൊ പറയുമ്പോ രണ്ട് പക്ഷം എന്ന് പറയുമല്ലോ, അതുപോലെയാണ്. രണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ ഇതിലും അത് തന്നെയാണ്. ചിലർക്ക് മനഃപൂർവ്വമായിട്ട് വിഷയം ഉണ്ടാക്കണം. വിഷയ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിതിരിച്ചു വിടേണ്ടി വരുന്ന സമയത്തല്ലാണ്ട് മറ്റൊരു വിഷയം വരുന്നത്. ഇതിപ്പോ ഒരു വലിയ വിഷയം, ഇതിനു മുമ്പും നടന്നിട്ടുണ്ടാകാം. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടാവും. അന്ന് വിഷയമായില്ലല്ലോ. ഇപ്പൊ സ്കൂൾ ടൈമിന്റെ പ്രശ്നം വന്നു, സൂംബ ഡാൻസിന്റെ വിഷയം വന്ന് നിൽക്കുന്ന സമയത്തല്ലേ ഈ ഒരു വിഷയം വരുന്നത്. അല്ല, ഇത് വഴിതിരിച്ചു വിടാനുള്ള കാരണവും കൂടെ ആകാനാണ് സാധ്യത. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ വഴിതിരിച്ചു വിടാനായിട്ട് ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ പഴയ ആ വിഷയം മൂടി വെക്കപ്പെട്ടേക്കാം. ഇതിന്റെ ഒരു കോൺട്രവേഴ്സി, ഇനി ഇതിന്റെ പേരിൽ സമരവും വിപ്ലവ പാർട്ടികൾക്ക് കൊടി പിടിക്കാനും കുറെ പിള്ളേർക്ക് ഇനി പോലീസിന്റെ അടികൊള്ളാനും വെള്ളം ചീറ്റിക്കാനും ഒക്കെ ആവുമ്പോഴത്തേക്കും മറ്റേ സംഭവം അതിനിടയ്ക്കുള്ള തീരുമാനമാവും. ജെഫ്രി തങ്ങൾ ചെന്നു, അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വന്നു. മിക്കവാറും ജെഫ്രി തങ്ങളുടെ നിർദ്ദേശം അംഗീകരിക്കുകയും ചെയ്യും. അതിനുള്ള സാധ്യത, കാരണം വളഞ്ഞിപ്പോ മുട്ടാനായിട്ടുണ്ട് താഴെ. കോടതി ഇടപെട്ടിരിക്കുന്നു. ആദ്യം പറഞ്ഞ ഒരു ബാസ് ഇപ്പം ശിവൻകുട്ടി മന്ത്രിക്ക് ഇല്ലല്ലോ. ശിവൻകുട്ടി മന്ത്രി മുട്ടുമടക്കി. പിണറായി അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടാവും, ശിവൻകുട്ടി അത് പറയുന്നത് കേട്ടാൽ മതി, അവരെന്താ പറയുന്നത് കേൾക്കട്ടെ എന്ന് പറയും. കേട്ട് കഴിയുമ്പോൾ പറയും ശരി, അങ്ങനെ ആവട്ടെ, മദ്രസ ക്ലാസ്സുകൾ നടക്കട്ടെ. പണ്ടും ഇവിടെ ന്യൂനപക്ഷങ്ങളെ ഭയങ്കരമായിട്ട് പ്രീണിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. പണ്ടെന്ന് പറയുമ്പോൾ ന്യൂനപക്ഷമായിരുന്നു. ഇപ്പൊ ഭൂരിപക്ഷത്തെക്കാൾ ന്യൂനപക്ഷം കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ എന്തിനി ന്യൂനപക്ഷം എന്ന് ഇവരെ പറയുന്നു. ഒരു വീട്ടിൽ തന്നെ 10 പേര് വരെ. ഇപ്പൊ ഈ ടൈമിന്റെ കാര്യം പറയുമ്പോ പറയും, നമ്മൾ മറ്റ് സമുദായങ്ങളുടെ കൂടി അവരുടെ കൂടി ആവശ്യകത മാനിക്കേണ്ടതുണ്ട്. അല്ല, അവിടെ സമത്വവും മതനിരപേക്ഷതയും ഒക്കെ പറയും. അതൊക്കെ പറഞ്ഞൊരു ചതുര വടിവത്ത ഭാഷയില് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കി ഷർട്ടൊക്കെ ഇട്ട് കുനിയാതെ നൂരാതൊക്കെ നിന്നുകൊണ്ട് ഒരു പ്രാസമൊക്കെ ഒപ്പിച്ചങ്ങ് പറയും. അതെ, അതിനപ്പുറം ഒരു മാധ്യമ പ്രവർത്തകൻ അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഉത്തരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്യും. ഏതായാലും എനിക്കിതിൽ തോന്നിയത്, എനിക്ക് പറയാനുള്ളത്, അധ്യാപകരെ വന്നിച്ചതിൽ അതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. കാര്യം അധ്യാപകർ എന്നും അധ്യാപകർ തന്നെയാണ്. അപ്പോഴും മറ്റൊരു കാര്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടം എല്ലാവരും ചൂണ്ടിക്കാട്ടും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് പ്രസക്തിയുണ്ടോ എന്നുള്ളത് ചൂണ്ടിക്കാട്ടും. പിന്നെ ഇപ്പോഴുള്ള അധ്യാപകരുടെ പല സ്വഭാവ ദൂഷ്യങ്ങളും ഒക്കെ പുറത്തു വരികയാണ്. എല്ലാവരെയും ഒരുമിച്ച് വെള്ളപൂശേണ്ട കാര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ടെസ്റ്റ് ട്യൂബ് ശിശു വരെ ജനിച്ചെന്ന് വരാം, വാടകയ്ക്ക് ഗർഭപാത്രം കിട്ടിയെന്ന് വരാം. എന്തായാലും ഒരു പ്രകൃതിദത്തമായിട്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും അമ്മയും അച്ഛനും എന്നൊരു കൺസെപ്റ്റ് ഇല്ലാതെ ഒരു കുഞ്ഞ് ജനിക്കില്ലല്ലോ. ഒരു കുഞ്ഞ് ജനിക്കോ? ഇല്ലല്ലോ. അതില്ല. അപ്പൊ എത്ര പരിഷ്കൃത സമൂഹം എന്ന് പറഞ്ഞിരുന്നാലും, ഇപ്പോ നടി നയൻതാരയുടെ കാര്യം പറഞ്ഞു, അവർ എന്ത് തരത്തിലാണ് ഗർഭം ധരിച്ചത്? അവരുടെ ഗർഭധാരണം. അപ്പോൾ അങ്ങനെ ഈ പരിഷ്കൃത സമൂഹം എത്ര തന്നെ മാറിയാലും ചിലത് നമുക്ക് മാറ്റാൻ കഴിയില്ല. അതാണ് ഈ മനുഷ്യരെന്ന് പറയുന്നത്. മനുഷ്യൻ പക്ഷെ അത് ഉൾക്കൊള്ളാൻ ചില വിഭാഗങ്ങൾക്ക് കഴിയുന്നില്ല. അതൊരു നന്മവശമാണ്. കാരണം ഇന്നത്തെ കാലത്ത് എന്താ പറയാ, അധ്യാപകനോട് ഞാൻ പുറത്തേക്ക് ഇറങ്ങ്, ഞാൻ നിന്നെ തീർത്തു തരും എന്ന് പറയുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളിലേക്കാണ് അധ്യാപകർ ചെല്ലുന്നത്. അധ്യാപകരുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ഞാൻ പഠിച്ചിട്ടുള്ള സമയം, പിന്നെ പ്രജിത പഠിച്ചിട്ടുള്ള സമയം, നമ്മുടെ എത്രയെങ്കിലും അധ്യാപകർ തല്ലിയിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം ശരിക്കും തല്ല് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് പോയിട്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മ പോയിട്ട് എൻ്റെ കുഞ്ഞിനെ എന്തിനാ തല്ലിയത് മാഷെ എന്ന് ചോദിച്ച് പോയിട്ടില്ല. ഹെഡ് മാസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടില്ല. ഇന്നിപ്പോൾ എങ്ങനെയാണ്? ഇന്ന് ഈ മാതാപിതാക്കൾ തന്നെയാണ് ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ വളം വെച്ചു കൊടുക്കുന്നത്. എൻ്റെ കുട്ടിയെ തല്ലി സാറേ എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും അമ്മ ചെല്ലുന്നത്, അച്ഛൻ ചെല്ലുന്നത്. അപ്പൊ അധ്യാപകരെ മൊത്തത്തിൽ പറയുമ്പോൾ അധ്യാപകരെല്ലാം തന്നെയും
അങ്ങനെയുള്ള അധ്യാപകരായിരിക്കണമെന്നില്ല. ഇല്ല, ഞാൻ മൊത്തത്തിൽ പറയല്ല. പക്ഷേ അത്തരത്തിലുള്ള അധ്യാപകരുമുണ്ട്. അവിടെയാണ് സമൂഹം മാറി ചിന്തിക്കാൻ പോകുന്നത് പോലും. കാരണം അധ്യാപകർ തല്ലിയ വിഷയം പറഞ്ഞു. ഈ അധ്യാപകർ എന്താ പറയാ, ഒരു മര്യാദയുമില്ലാതെ തല്ലി നോവിച്ച് പാടുകളും വടുക്കളും വന്നിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ നമ്മളെയൊക്കെ തല്ലിയ അധ്യാപകർ തല്ലുന്നത് ഇത് പഠിക്കണം, അല്ലെങ്കിൽ ഈ വിഷയം ഇനി ആവർത്തിക്കരുത്, അതൊരു മുന്നറിയിപ്പ്, ഒരു താക്കീതും സ്നേഹത്തോടു കൂടിയാണ് തരുന്നത്. എടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് അധ്യാപകർ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഇന്നത്തെ പല അധ്യാപകരും ചെയ്യുന്നത്. അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അവരുടെ മനോഭാവത്തിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അധ്യാപനം എന്ന് പറയുന്നത് ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്, ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. ആ റെസ്പെക്ട് അല്ലേ ശരിക്കും ഒരു പാഷനായിട്ട് വെറുതെ ഒരു ജോലി, ആ ഒരു പദവി കിട്ടാൻ വേണ്ടിയിട്ട് പലരും അധ്യാപനത്തിലേക്ക് വരുന്നുണ്ട്. ഒരു കണ്ണീച്ചോരയുമില്ലാതെ കുട്ടികളോട് പെരുമാറുന്നവരുണ്ട്. അപ്പൊ ആ ഒരു വിഭാഗവും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെയുള്ള വിഭാഗത്തിനിടയിലേക്കും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ചെല്ലുമ്പോൾ അവർ തമ്മിലുള്ള ഒരു ഇഴയടുപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ സാധിക്കും. കാരണം മനസ്സിന്റെ വലുപ്പമാണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം. അത് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പിന്നെ കുട്ടികളോട് നമുക്ക് പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുത്ത് ആക്കാം. പക്ഷെ മുതിർന്ന രണ്ടുപേർക്ക് തമ്മിലുള്ള മനോഭാവത്തിൽ വ്യത്യാസം വരണമെങ്കിൽ അവർ തന്നെ വിചാരിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും നമുക്കിതിൽ പറയാനുള്ള ഒന്ന് മാത്രം, നമ്മളിപ്പോ ഈ പ്രകൃതിയുടെ സത്യത്തിൽ നമ്മളൊക്കെ മനുഷ്യരാണ്. ഈ മനുഷ്യരെന്ന രീതിയിൽ നമ്മൾ ആധുനിക കാലത്തല്ല, ഇനി ഏത് കാലത്ത്, ഇനിയിപ്പോ 10 കൊല്ലം കഴിഞ്ഞിരുന്നാലും ഇപ്പൊ അധ്യാപകർ എത്ര വിടക്കാണെങ്കിലും കുട്ടികൾ, ഇപ്പൊ ഒരു സംഗതി കൂടെ നമുക്കതിൽ പറയാം. ഇപ്പൊ അധ്യാപകരെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വിദ്യാർത്ഥികൾ തമ്മിൽ അടികൂടി കത്തിക്കുത്തായി ഒരു കുട്ടി മരിച്ച സംഭവം നമ്മൾ ഈ ഇടയ്ക്ക് മലപ്പുറത്ത് കണ്ടല്ലോ. എത്ര സംഭവങ്ങൾ കണ്ടിരിക്കുന്നു. അപ്പോ അന്ന് ഇപ്പോ അധ്യാപകർ മാത്രമല്ല വിദ്യാർത്ഥികളുടെ കൺസെപ്റ്റിലും വന്നിട്ടുണ്ട്. അല്പം മുമ്പ് ഇപ്പൊ പറഞ്ഞതുപോലെ കുത്തി കൊന്നുകളയുമെന്ന് അധ്യാപകരോട് പറഞ്ഞ വിദ്യാർത്ഥിയുമുണ്ട്. അവിടെ നമുക്ക് എവരെയൊക്കെ മാറ്റാൻ കഴിയുന്നത് ഒരുപക്ഷെ സ്നേഹത്തിന്റെ ഭാഷയിലായിരിക്കാം. ആ കുട്ടിയുടെ ആ പറഞ്ഞ സംസാരം റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ടതിന് ശേഷം അതിൽ ആ റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടവനെ പിടിച്ചു. എന്നിട്ട് ആ കുട്ടി നിരുപാധികം മാപ്പ് പറഞ്ഞ അധ്യാപകനോട്, അവിടെ സ്നേഹത്തോട് അവരോട് പറഞ്ഞപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിലൊന്നു മാത്രമേ ഉള്ളൂ, എന്തിനേയും ഏതിനേയും വിപ്ലവം കാട്ടിവൽക്കരിക്കുന്ന ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികളും അവരും, പിന്നെ അത് കാവ്യവൽക്കരണം, എന്ത് ചെയ്താലും കാവ്യവൽക്കരണം. അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഇവിടെ ഈ കേരളത്തിൽ അങ്ങനെ കാവ്യവൽക്കരണം ഒന്നും നടക്കില്ല സാറേ എന്ന് മാത്രമേ ഇതിന്റെ പേരിൽ പരാതി കൊടുത്ത സംഘടനയിലെ പ്രമുഖരോടും പിന്നെ ഇതിനെ കുറ്റമായി കണ്ടവരോടും നമുക്ക് പറയാനുള്ളൂ.